നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പടവുകൾ, a thought for the future. ഹായ് ഹലോ വെരി ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു പടവുകൾ വിത്ത് മീ RJ അനാമിക. സ്കൂളൊക്കെ റീഓപ്പൺ ചെയ്യാനായിട്ട് പോവാണല്ലേ. അപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസത്തെ പറ്റി നമ്മളോട് ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് വാളകം കോമ്പസ് ഗ്ലോബൽ സ്കൂളിലെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള രഞ്ജിത്ത് സാറാണ്. സോ വെൽക്കം ടു പടവുകൾ. മോർണിംഗ്. ഓക്കെ സാർ, ഇപ്പോൾ ദിവസേന വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ടെക്നോളജി അല്ലേ. മറ്റെല്ലാ മേഖലയും പോലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും അത്തരം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ലേണിംഗ് ആപ്പുകൾ, അതുപോലെ യൂട്യൂബ് ക്ലാസ്സുകളൊക്കെയാണ് പുതിയ പഠന രീതികളല്ലേ. കുട്ടികളുടെ ലേണിംഗ് സെൻസിബിലിറ്റിക്ക് എന്ത് തരം മാറ്റങ്ങളാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്? ഇത് വളരെ നല്ലൊരു ചോദ്യമാണ്. ഇന്നത്തെ കാലത്ത് പഠന രീതികൾ കംപ്ലീറ്റ് മാറി. പണ്ട് കുട്ടികൾ വെറും ബുക്കിനെയും അധ്യാപകരെയും മാത്രം ആശ്രയിച്ച് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത് നിന്ന് മാറി ഇപ്പോൾ കുട്ടികൾ ടെക്നോളജിയെ വളരെയധികം ആശ്രയിക്കുന്നുണ്ട്. ടെക്നോളജി എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് സ്വന്തമായിട്ട് പല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലുണ്ട്. ഇപ്പോൾ ഇൻ്റർനെറ്റ് ആയാലും മൊബൈൽ ഫോൺ ആയാലും എല്ലാം അവർക്ക് അവൈലബിൾ ആണ്. ഇവൻ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ഇന്നിപ്പോൾ ടെക്നോളജി ഉപയോഗിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ആ ഒരു മാറ്റം തീർച്ചയായിട്ടും അവരുടെ പഠന രീതിയിൽ ഒരു വിപ്ലവാത്മകമായിട്ടുള്ള ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ അറിവ് വളരെ കൂടുതലാണ്. ഇപ്പം പണ്ട് ഇത് ഒരു പ്രായത്തിലുള്ള കുട്ടികളെയും ഇന്നത്തെ അതേ പ്രായത്തിലുള്ള കുട്ടികളെയും വെച്ച് നോക്കുകയാണെങ്കിൽ ആ അളവിൻ്റെ പഠനത്തിൻ്റെ അളവ് അല്ലെങ്കിൽ അറിവിൻ്റെ അളവ് വളരെ വളരെ കൂടുതലാണ്. അതിൻ്റെ പ്രധാന കാരണം ഈ ടെക്നോളജി കുട്ടികൾ ഉപയോഗിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു പാർശ്വഫലം കൂടിയുണ്ട്. കാരണം കുട്ടികൾ അതിൽ തന്നെ കൂടുതൽ സമയം ചിലവഴിക്കുകയാണെങ്കിൽ, ആ സ്ക്രീൻ സ്പേസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവരുടെ പ്രവർത്തനക്ഷമത തന്നെ കുറയാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ അതിൻ്റെ ഒരു പാർശ്വഫലം കൂടി ഉണ്ട്. പക്ഷേ എന്നാലും അത് നല്ല രീതിയിൽ ഒരു ഗൈഡഡ് ആയിട്ട് അതിനെ കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ നല്ല ഒരു കാര്യമാണ്. കുട്ടികളത് ഉപയോഗിക്കുന്നുണ്ട്. അതിനെ പേരൻസ് കുറച്ച് ഗൈഡ് ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. ഓക്കെ സാർ, ഇപ്പോൾ കുട്ടികൾക്ക് സ്പോർട്സ് പോലെ തന്നെ മറ്റു പല സർഗാത്മകമായിട്ടുള്ള കഴിവുകളുണ്ടായിരിക്കും. ചില കുട്ടികൾക്ക് സംഗീതത്തോടായിരിക്കും, ചില കുട്ടികൾക്ക് ആക്ടിങ്ങിനോടായിരിക്കും. ഇപ്പോൾ കുട്ടികളെ ഇത്തരം വാസനകളെ വളർത്തിയെടുക്കാനായിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളായിരിക്കണം സ്കൂൾ ടൈം ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റുക? സ്കൂൾ ടൈം ടേബിളിൽ സാധാരണഗതിയിൽ അക്കാഡമിക് സബ്ജക്റ്റുകളാണ് പൊതുവെ സ്കൂളുകളിൽ ഉൾപ്പെടുത്താറുള്ളത്. കാരണം അവർക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ട്. കാരണം ഇന്ന സമയത്തിനകത്ത് സിലബസ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഈ ചോദിച്ച ചോദ്യത്തിന് നല്ല മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ ഒരു സമ്പ്രദായം മാറ്റി ക്രിയേറ്റിവിറ്റി വളർത്തുന്ന രീതിയിൽ കുട്ടികൾക്ക് കൂടുതൽ ആക്ടിവിറ്റി കൊടുത്ത്, അതായത് പഠന ടൈം ടേബിളിൽ തന്നെ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് പഠനം കഴിഞ്ഞിട്ട് ചില ആക്ടിവിറ്റികളുണ്ട്, അല്ലെങ്കിൽ പഠനത്തിന് മുമ്പ് ചില ആക്ടിവിറ്റി ഉണ്ട്. അതിലുപരി ഈ ചോദ്യം ചോദിച്ചതുപോലെ പഠനത്തിൽ ഉൾപ്പെടുത്തി തന്നെ, ഉദാഹരണത്തിന് ആർട്ട് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ സ്വിമ്മിങ്, ചിത്രരചന, ഡിബേറ്റ്സ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കുട്ടികളുടെ ഈ സർഗശേഷി വളർത്തുന്നതിനാൽ ഉപകരിക്കുന്ന ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. അതെല്ലാം നമ്മുടെ പഠന ആ ടൈം ടേബിളിനകത്ത് ഉൾപ്പെടുത്തണം. എന്നാൽ മാത്രമേ കുഞ്ഞുങ്ങളുടെ അവരുടെ എല്ലാ കഴിവുകളും വികസിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവർ വെറും പുസ്തകപ്പുഴുക്കളായിട്ട് മാറിപ്പോകും. കരിയർ ഫോക്കസ്ഡ് ആയിട്ട് വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. സ്കൂൾ തലത്തിൽ തന്നെ കുട്ടികൾ ആരാകണം, അല്ലെങ്കിൽ അവർ ഏത് കോഴ്സ് ആയിരിക്കണം പഠിക്കേണ്ടത്, ഏത് ജോലി ആയിരിക്കണം അവർ ചൂസ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി കുട്ടികൾ മുൻകൂട്ടി പഠിക്കേണ്ടതുണ്ടോ ഇന്നത്തെ കാലത്ത്? തീർച്ചയായിട്ടും മുന്നോട്ട് പഠിക്കേണ്ടതുണ്ട്. പക്ഷേ അതിനകത്ത് ഒരു എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കാരണം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇപ്പം പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിന് ഉള്ള ഒരു ആഗ്രഹമായിരിക്കില്ല ആ കുഞ്ഞ് തന്നെ ഒരു അപ്പർ പ്രൈമറി ക്ലാസ്സിൽ വരുമ്പോഴോ അല്ലെങ്കിൽ ഹൈസ്കൂളിൽ വരുമ്പോഴോ ഉണ്ടാകുക. ചിലപ്പോൾ അവരുടെ ഹീറോ ആയിരിക്കണം. അവർ ചിലപ്പോൾ ഒരു സിനിമയിലൊക്കെ ഒരു ഹീറോ കണ്ടിട്ട് എനിക്ക് അതുപോലെ ആകണം, അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസർ ആകണം എന്നൊക്കെ കൊച്ചായിരിക്കുമ്പോൾ തോന്നുമെങ്കിലും പിന്നീട് വളർന്നു വരുമ്പോൾ അതല്ല, വേറൊരു ആളാകണം എന്ന ഒരു തോന്നലുണ്ടാവും. അപ്പോൾ ഈ ഒരു കരിയർ അംബിഷൻ ഒരു ട്രാൻസിഷനിലായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കാം. എന്നാലും ഒരു ഹൈസ്കൂൾ തലത്തിലേക്ക് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവർക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ലക്ഷ്യബോധം മുന്നിൽ കണ്ടുകൊണ്ട് തീർച്ചയായിട്ടും കരിയർ എന്താകണമെന്ന് തിരഞ്ഞെടുക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. പലപ്പോഴും ഇതിനകത്ത് ഒത്തിരി സമ്മർദ്ദങ്ങളുണ്ടാവും, പ്രത്യേകിച്ചും പേരൻസിൻ്റെ സമ്മർദ്ദം. നീ ഒരു ഡോക്ടർ ആവണം എന്ന് നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവണമെന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രഷർ ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പിന്നെ മറ്റൊന്നും ചിന്തിക്കാനോ മറ്റൊന്നും ചൂസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടില്ല.
പക്ഷേ ശരിക്കും കുട്ടികളെ സ്വതന്ത്രരായി നമ്മൾ വിട്ടുകഴിഞ്ഞാൽ നന്നായിട്ട് പാടാൻ കഴിയുള്ള ഒരു കുട്ടി ചിലപ്പോൾ ചൂസ് ചെയ്യുന്നത് ഒരു സിംഗിങ് കരിയർ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ പല രീതിയിൽ നമുക്ക് അത് അവരെ സ്വതന്ത്രരായി വിട്ടു കഴിഞ്ഞാൽ അവർക്ക് സ്വയം അത് ചൂസ് ചെയ്യാൻ കഴിയും. ഹൈസ്കൂൾ തലത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ കരിയർ ആ ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കും. ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസ രീതികൾ കുറച്ചുകൂടെ തിയറിറ്റിക്കലാണ്, കൂടുതലും തിയറി ക്ലാസ്സുകളാണ് കൂടുതലുള്ളത്. അപ്പോൾ പ്രാക്ടിക്കൽ ഒപ്പം തന്നെ മുന്നിട്ട് നിൽക്കേണ്ടതല്ലേ ഇന്നത്തെ ഒരു കാലത്ത് പഠന രീതികൾ അനുസരിച്ച്? വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ. കാരണം ഇന്നത്തെ നമ്മുടെ സമ്പ്രദായം പ്രകാരം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. സാധാരണഗതിയിൽ ഒരു 80% തിയറിയും 20% പ്രാക്ടിക്കലുമാണ്. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാക്ടിക്കൽ വെറുതെ ഒരു മാർക്ക് കിട്ടുന്നതിനുള്ള പ്രക്രിയയായിട്ട് മാറുകയാണ്. പഠിച്ച കാര്യങ്ങളെ എങ്ങനെ പ്രായോഗികമായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ് പ്രാക്ടിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും. പക്ഷെ അത് മാറി വെറും മാർക്ക് കിട്ടാനുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് മാത്രം മാറിയിരിക്കുകയാണ് ഈ പക്ഷെ അത് മാറിയിട്ട് എന്ത് പഠിച്ചാലും അതിനെ ഒരു ആക്ടിവിറ്റിയിലൂടെ അത് കുട്ടികൾ കൂടുതൽ മനസ്സിലാക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ ഈ തിയറി വെറും ഒരു പ്രയോഗിക്കാൻ പറ്റാത്ത ഒരു നോളജായിട്ട് അയാളുടെ മനസ്സിലിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കുട്ടി ഒരു ട്രാഫിക് സിഗ്നലിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ അത് ആ സിഗ്നൽ കണ്ടിട്ട് എങ്ങനെയാണത് ഒരു റോഡ് ക്രോസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ മുന്നോട്ട് പോകണമെന്നോ ആ കുട്ടിക്ക് മനസ്സിലായെങ്കിൽ മാത്രമല്ലേ ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അത് വെറും ഒരു നോളജായിട്ട് മാത്രം ഇരുന്നുകൊണ്ട് ഒരു പക്ഷേ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല. ആ അറിവ് അങ്ങനെ അറിവായിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ പ്രായോഗികമായിട്ട് കാര്യങ്ങളെ ക്ലാസ്സുകൾ റൂമിൽ തന്നെ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ക്ലാസ് റൂം വിട്ട് ക്ലാസ്സിൻ്റെ പുറത്തേക്കും കുട്ടികളെ കൊണ്ടുപോകണം. ക്ലാസ് റൂമിൽ പല ആക്ടിവിറ്റികൾ ചെയ്യാം. ക്ലാസ് റൂമിന് പുറത്തും കൊണ്ടുപോയിട്ട് പല കാര്യങ്ങൾ ചെയ്യാം. ഉദാഹരണത്തിന് ഒരു ഇലയെ പറ്റി പഠിക്കുകയാണെങ്കിൽ പലതരം ഇലകളുണ്ട്. അപ്പോൾ ആ ഇലകളൊക്കെ പഠിക്കണമെങ്കിൽ വേറൊരു പടം വരച്ച് അത് കുട്ടികളെ കാണിക്കുന്നതിന് പകരം കുട്ടികൾ ആ പ്രകൃതിയിൽ ചെന്നിട്ട് പുറത്ത് ചെന്നിട്ട് ആ പലതരം ഇലകളെ കാണുക, അനുഭവിച്ച് മനസ്സിലാക്കുക. അതാണ് ശരിക്കുള്ള ആ ഒരു പ്രായോഗികമായിട്ടുള്ള പ്രാക്ടിക്കലായിട്ടുള്ള പഠിത്തം. അത് തീർച്ചയായിട്ടും വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാ സബ്ജക്ട്സിനും പ്രാക്ടിക്കൽസ് അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയല്ലേ? തീർച്ചയായിട്ടും. ഒരുപക്ഷെ ഈ ചോദ്യം ചില അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിന് അതെങ്ങനെ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാം എന്നൊരു ചോദ്യം മനസ്സിൽ പെട്ടെന്ന് തോന്നാം. അപ്പോൾ ഞാൻ ഒരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ പറയാം. ഉദാഹരണത്തിന് മണി പറ്റി പഠിക്കുന്നത് അതൊരു ടോപ്പിക്കാണ്. അപ്പം ആ ഒരു ടീച്ചറിന് ആ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് കുട്ടികളെ കൊണ്ട് ആ മണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ആക്ടിവിറ്റി സ്കൂളിൽ ചെയ്യിക്കാം, അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ ചെയ്യിക്കാം. ഒരു ബാങ്കിങ് സിസ്റ്റമോ അല്ലെങ്കിൽ ഒരു കച്ചവട സീനോ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കുട്ടികൾ വിൽക്കുന്നു, വാങ്ങുന്നു, അങ്ങനെ ആ ഒരു പ്രക്രിയ അവിടെ നടക്കുകയാണ്. കറൻസി കൊടുക്കുന്നു, കറൻസി വാങ്ങുന്നു, അതിൻ്റെ ബാലൻസ് കൊടുക്കുന്നു. അപ്പോൾ ഇതെല്ലാ നോളജും കുട്ടികൾക്ക് പ്രായോഗികമായിട്ട് മനസ്സിലാക്കുകയാണ്. അല്ലാതെ വെറുതെ 10 രൂപയുടെ ഒരു നോട്ട് കാണിച്ച് ഇതാണ് 10 രൂപ അല്ലെങ്കിൽ ഇതാണ് 50 രൂപ എന്ന് കാണിക്കുന്നതിന് പകരം അവർക്കത് പ്രായോഗികമായിട്ട് മനസ്സിലാക്കാനും അത് പ്രയോഗിക്കാനും ഉള്ളൊരവസരം തീർച്ചയായിട്ടും എല്ലാ സബ്ജക്റ്റുകൾക്കും ഉണ്ട്. ടീച്ചേഴ്സ് കുറച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുകയും ചെയ്യും. ഇപ്പോൾ പഠനത്തിന്റെ ഭാഗമായിട്ട് തന്നെ കുട്ടികളുടെ ലൈഫ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക എന്നത് ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അവരുടെ ജീവിതത്തിലെ പല ഘട്ടങ്ങളും എങ്ങനെ തീരുമാനങ്ങൾ എടുക്കണം, അല്ലെങ്കിൽ നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത്, നല്ല ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനൊക്കെ അത് വളരെ ആവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് പഠനത്തിന്റെ ഭാഗമായിട്ട് കുട്ടികളെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ പ്രാപ്തരാക്കുന്നത്? ലൈഫ് സ്കില്ല് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു ഏരിയയാണ്. പക്ഷേ അത് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയ കൂടിയാണ്. കാരണം ഉദാഹരണത്തിന് ഒരു കുട്ടിയിൽ സഹാനുഭൂതി അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇതെല്ലാം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവൻ്റെ ലൈഫ് സ്കിൽസിൽ നമ്മൾ പ്രത്യേകം ഒരു പരിപോഷണം കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളുകളിൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് കോമ്പസ് ഗ്ലോബൽ സ്കൂളിൽ ഞങ്ങൾ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ഗ്രൂമിംഗ് എന്ന് പറഞ്ഞൊരു സിസ്റ്റമുണ്ട്. അപ്പം ആ ഒരു ക്ലാസ്സിലൂടെ കുട്ടികൾക്ക് കൂടുതലായിട്ട് സംസാരിക്കാനുള്ള കഴിവ്, പ്രത്യേകം സാഹചര്യങ്ങളിൽ എങ്ങനെ പെരുമാറണം എന്നുള്ള ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇതെല്ലാം കിട്ടും. അപ്പം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഒട്ടുമില്ലാത്തൊരു കാര്യമാണ് സഹാനുഭൂതി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ വളർത്തിയെടുക്കണം. അത് തീർച്ചയായിട്ടും ലൈഫ് സ്കിൽസ് നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ഒരു ഭാഗമായിട്ട് മാറണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ സാർ, ഇപ്പോൾ ടെക്നോളജിയെ പറ്റി പറയുമ്പോൾ നമുക്ക് എഐനെ പറ്റി പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇതൊരു എയുടെ കാലഘട്ടമാണ്. അപ്പോൾ എന്ത് തരം വിവരങ്ങൾക്കും ജോലികൾക്കും എയുടെ സഹായം കൊണ്ട് കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാനായിട്ടും സാധിക്കും. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണെങ്കിൽ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, സെമിനാർ ചെയ്യാനായിട്ട്, പ്രൊജക്റ്റുകളൊക്കെ ചെയ്യാനായിട്ട് കുട്ടികളെ എഐ യൂസ് ചെയ്യാറുണ്ട്. അപ്പം അതിനുള്ള സാധ്യതയെപ്പറ്റി സാർ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? എഐക്ക് 2 വശങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നോളജ് ഇറ്റ് ഈസ് അവൈലബിൾ അറ്റ് ഫിംഗർ ടിപ്പ്. അതാണ് എഐ കൊണ്ടുള്ള പ്രയോജനം. എന്ത് കാര്യവും ഏറ്റവും പെട്ടെന്ന് നമുക്ക് അത് കിട്ടാനുള്ള ഒരു അവസരം.
അപ്പം ഒത്തിരി കാര്യങ്ങൾ പഠിക്കേണ്ട ഒരു സാഹചര്യത്തിൽ സമയം സേവ് ചെയ്യാനായിട്ട് AI തീർച്ചയായിട്ടും വളരെയധികം ഉപകാരപ്പെടും. ഏത് കാര്യവും 24 hours നമുക്ക് ഉപകാരപ്പെടും. പക്ഷേ അതിന് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വശം കൂടിയുണ്ട്. അതായത് കുട്ടികൾക്കൊരു ഹോംവർക്ക് കൊടുത്താൽ ആ ക്വസ്റ്റ്യൻ AI ചോദിച്ചു കഴിഞ്ഞാൽ AI അതിന് ആൻസർ കൊടുക്കും, മിനിറ്റുകൾ പോലും വേണ്ട. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ എഫർട്ട് അവിടെ ഇല്ലാതെ വരുന്നു, ക്രിയേറ്റിവിറ്റി അവിടെ മിസ്സാവുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവർ അറിവില്ലാത്ത ഒരു സമൂഹമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതുകൊണ്ട് അത് എപ്പോഴും AI എപ്പോഴും ഗൈഡഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിന് ഇങ്ങനെ ഒരു പാർശ്വഫലം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പല വിഷയങ്ങളും പുതിയ പാഠപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് നിരവധി ചർച്ചകളൊക്കെ വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ സെക്സ് എഡ്യൂക്കേഷൻ, ടെക്നിക്കൽ നോളജ് എല്ലാം ഇതിൽ വരുന്നതാണ്. അപ്പം അതിനെപ്പറ്റി സാറിന്റെ കാഴ്ചപ്പാട് എന്താണ്? തീർച്ചയായിട്ടും സെക്സ് എഡ്യൂക്കേഷൻ സ്കൂളിൽ ഉൾപ്പെടുത്തേണ്ട ഒരു വിഷയമാണ്. കാരണം കുഞ്ഞുങ്ങളുടെ ലൈംഗികപരമായിട്ടുള്ള ആരോഗ്യം, അതിനെപ്പറ്റി ഒരു അവയർനെസ് കുഞ്ഞുങ്ങൾക്കുണ്ടായിരിക്കണം. പലപ്പോഴും മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കൺഫ്യൂസ്ഡാണ്. എന്തുകൊണ്ട് എന്നിൽ ഈ മാറ്റം വന്നു? ആ കുഞ്ഞുങ്ങൾക്കത് പുറത്ത് പറയാൻ ചിലപ്പോൾ ഒരു മടിയുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു സമ്മർദ്ദത്തിന്, ആരോടും പറയാൻ വയ്യാത്ത സമ്മർദ്ദത്തിനിടെ കുഞ്ഞ് അടിമപ്പെടും. സെക്സ് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ, ആ ഒരു ബോധവൽക്കരണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള അറിവ് കുഞ്ഞിനറിയാം. അപ്പോൾ അത് കൂടുതൽ ഫ്രീ ആയിട്ട് മറ്റുള്ളവരോട്, മാതാപിതാക്കളോട് അല്ലെങ്കിൽ ടീച്ചേഴ്സിനോടൊക്കെ സംസാരിക്കുന്നതിന് കുഞ്ഞിന് അല്ലെങ്കിൽ കുട്ടികൾക്ക് അതിനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും അത് ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വയലൻസ്, അതിനെപ്പറ്റി തിരിച്ചറിവ് ഉണ്ടാകേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. കാരണം ഇന്നതെല്ലാം വളരെ സമൂഹത്തിൽ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി ഒരു അറിവുണ്ടെങ്കിൽ എന്താണ് നല്ലത്, എന്താണ് ചീത്ത എന്ന് കുട്ടികൾക്ക് മനസ്സിലാവണം. എവിടെയാണ് കുട്ടികൾ എസ് പറയേണ്ടത്, എവിടെയാണ് കുട്ടികളെ നോ പറയേണ്ടത്, ഇതെല്ലാം കുഞ്ഞിന് ഉള്ള പ്രാപ്തി ഉണ്ടാക്കുക. അപ്പോൾ ബോധവൽക്കരണം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. സെക്സ് എഡ്യൂക്കേഷൻ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തണം. ഇപ്പോൾ നമ്മൾ TV-യിലും പത്രങ്ങളിലും ന്യൂസുകളിലും ഒക്കെ നമ്മൾ കാണുന്നത് ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകളാണ്, അതിനെപ്പറ്റിയുള്ള അതിക്രമങ്ങളെ കുറിച്ചാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരുപാട് ക്ലാസ്സുകൾ സ്കൂളിൽ തന്നെ നടത്താറുണ്ട്. ബോധവൽക്കരണ ക്ലാസ്സുകൾ, കൗമാരക്കാർക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ പണ്ടും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതിന്റെ ഇമ്പോർട്ടൻസ് കൂടിയിരിക്കുകയാണ്. അപ്പോൾ ടീച്ചേഴ്സ് അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ കുറച്ചുകൂടെ എന്തൊക്കെയാണ് സജ്ജമാക്കിയിട്ടുള്ളത്? ഇന്നത്തെ സമൂഹത്തിൽ അത് ഒരു ശാപമായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ അതിനെ വളരെ സഹാനുഭൂതിയോടെ നോക്കിക്കാണണം അധ്യാപകർ. കാരണം അങ്ങനെ ഒരു കുട്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ കുട്ടിയെ വിളിച്ച് വഴക്ക് പറയാതെയോ അല്ലെങ്കിൽ ശിക്ഷ കൊടുക്കാതെയോ അതിനെ നേരിടേണ്ടത് എപ്പോഴും വളരെ പേഷ്യൻ്റായിട്ട് നേരിടണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അത് കുഞ്ഞിന് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള കാര്യം അതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് പോവുക. തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ നമ്മുടെ ഒരു കൊളാബറേഷൻ പേരൻസുമായിട്ടും ഉണ്ടായിരിക്കണം. കാരണം കുഞ്ഞുങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് അറിയാതെയായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൽ നിന്നോ റിലേറ്റീവ്സിൽ നിന്നോ അല്ലെങ്കിൽ അയൽവാസികളിൽ നിന്നോ ഒക്കെ ആകാം. അപ്പോൾ പേരൻസിൻ്റെ ഒരു സഹായം ഈ കാര്യത്തിലുണ്ടെങ്കിൽ ഒരു വളരെ നല്ല കാര്യമായിരിക്കും ടീച്ചേഴ്സിനെ ഈ കാര്യത്തിൽ നേരിടുന്നതിന്. പ്രത്യേകിച്ചും ഇന്നത്തെ ഈ സമൂഹത്തിൽ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളത് കൊണ്ട് ബോധവൽക്കരണം ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങളിൽ എന്താണ് ചീത്ത, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് നല്ലത്, എവിടെയാണ് ഇതിൻ്റെ അപകടം ഉള്ളത് എന്നുള്ളതെല്ലാം തിരിച്ചറിഞ്ഞിട്ട് അങ്ങോട്ട് പോകാതിരിക്കുക. അത്തരം കാര്യങ്ങൾ ഒരാൾ പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ ഇല്ല എനിക്കത് പറ്റില്ല, ഞാനത് ചെയ്യില്ല എന്ന് പറയാനുള്ളൊരു ധൈര്യം, ഇതൊക്കെ വേണമെങ്കിൽ കുഞ്ഞിന് ബോധവൽക്കരണം കൊടുക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പല ന്യൂസുകളിൽ കണ്ടിട്ടുണ്ട്. ഇപ്പം കുറച്ച് നാൾ മുന്നേ ഒരു അധ്യാപകനോട് ഒരു കുട്ടി ഭയങ്കര ദേഷ്യപ്പെട്ട് റേസ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഭയങ്കര മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും പറയുന്നൊരു കാര്യമാണ്, പണ്ടത്തെ പോലെ തന്നെ അടി കൊടുത്ത് പിള്ളേരെ വളർത്തണം, എന്നാൽ മാത്രമേ അവർ ശരിയാവുള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി സാറിന് എന്താണ് പറയാനായിട്ടുള്ളത്? പണ്ടൊക്കെ അടി കൊടുക്കുമ്പോഴത്തേക്കും വീട്ടുകാർക്ക് സന്തോഷമായിരുന്നു, കാരണം അവർ നല്ലൊരു അടി കിട്ടിയില്ലോ എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ കാലം മാറി. അപ്പോൾ കാലം മാറുമ്പോഴത്തേക്കും അതനുസരിച്ചിട്ട് നമ്മൾ മാറണം. അപ്പോൾ അടിയല്ല ആവശ്യം, നമ്മളവരെ പറഞ്ഞ് മനസ്സിലാക്കുകയോ ആ തിരിച്ചറിവ് അവരിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ദേഷ്യപ്പെട്ട് കുഞ്ഞ് സംസാരിച്ചെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും. സാധാരണഗതിയിൽ അങ്ങനെ ദേഷ്യപ്പെട്ട് കുട്ടികൾ സംസാരിക്കില്ല. അപ്പോൾ അങ്ങനെ സംസാരിച്ചുവെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ഹിസ്റ്ററി തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ അത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ആ വഴികൾ മനസ്സിലാക്കിയിട്ട് നമ്മളതിനെ വളരെ പേഷ്യൻസ് കൊടുത്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സഹാനുഭൂതിയോടെ അതിനെ നേരിടണം. തിരിച്ച് ടീച്ചറും അതേപോലെ വഴക്കിടുകയോ അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് കൊടുക്കുകയോ ചെയ്താൽ അതിനൊരു സൊല്യൂഷനല്ല.
അപ്പോൾ അത് ആ ഒരു സന്ദർഭത്തിന് നമ്മൾ വളരെ സമാധാനത്തോടെ നേരിട്ട് അതിന് എന്തായാലും അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ദിനം പ്രതി നമ്മുടെ സമൂഹത്തിലും ജീവിതത്തിലുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ചെറുതല്ല. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രതിനിധികൾ എന്ന നിലയ്ക്ക് കുട്ടികൾ പൊതുവെ മുതിർന്നവരെക്കാളും ടെക്നോളജിയിൽ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാറുണ്ട്. അപ്പോൾ അവരോളം തന്നെ ഇത്തരത്തിൽ അധ്യാപകരും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ കുട്ടികൾ അധ്യാപകരെ പഠിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. കാരണം ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് പണ്ടത്തെ കുഞ്ഞുങ്ങൾ അറിയാമായിരുന്നതിനേക്കാളും 10 മടങ്ങ് കാര്യങ്ങൾ അറിയാം. അപ്പോൾ അന്ന് പഠിച്ച ആ അധ്യാപകർ ഇന്ന് കുട്ടികൾ എന്തെങ്കിലും കാര്യം പറഞ്ഞു കൊടുക്കണമെങ്കിൽ അവർ ഈ സമയത്ത് ഇന്നത്തെ ആ കാര്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ ആ അറിവ് ഉള്ള അധ്യാപകരായിരിക്കണം. അപ്പോൾ അധ്യാപകർക്ക് കുഞ്ഞുങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിനെപ്പറ്റിയുള്ള തിരിച്ചറിവുണ്ടാവണം, അറിവുണ്ടാവണം, അവരെക്കാൾ കൂടുതൽ അറിവുണ്ടാവണം. എന്നാൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം കുട്ടികൾക്കല്ലാതെ തന്നെ അധ്യാപകരില്ലാതെ തന്നെ പല കാര്യങ്ങളും ഇന്നിപ്പോൾ അവൈലബിളാണ്, അവർക്ക് മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് ഉപരി എന്തെങ്കിലും ഒരു കാര്യം കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കാൻ അധ്യാപകന് കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും അധ്യാപകൻ അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇപ്പോൾ പുതിയ അധ്യയന വർഷം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ കുട്ടികൾ മാനസികമായ കുറച്ച് പ്രിപ്പറേഷൻസ് നടത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ 2 മാസത്തെ വെക്കേഷന് ശേഷം വീണ്ടും അവർ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു റൂട്ട് ഫേസ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ എങ്ങനെയാണ് അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും അതിനായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നടത്തേണ്ടത്? ഈ വെക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവരെല്ലാം വളരെ റിലാക്സ്ഡ് ആണ്, അവിടെ ഇങ്ങനെ എൻജോയ് ചെയ്ത് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം. അതിൽ നിന്ന് മാറി പെട്ടെന്ന് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതിനെ കൺഫ്രണ്ട് ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ ഫസ്റ്റ് ഡേയിൽ തന്നെ ആദ്യത്തെ ചാപ്റ്റർ തുടങ്ങി കളയാമെന്ന് ടീച്ചർ തീരുമാനിച്ചാൽ അതൊരു വലിയ അപകടമാണ്. കാരണം സിലബസ് കംപ്ലീറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് ഡേ തന്നെ പഠിപ്പിച്ച് കളയാം എന്ന് തീരുമാനിച്ചാൽ അത് ശരിയല്ല. കുഞ്ഞുങ്ങളെ ആ ഒരു ട്രാൻസിഷൻ മനസ്സിലാക്കിക്കൊണ്ട് അവരിപ്പോൾ ഇരിക്കുന്ന സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലാക്സ്ഡ് മൂഡാണ്. അവർ പഠിക്കാൻ ഉള്ള ഒരു മൂഡിലല്ല. അപ്പോൾ ആ ഒരു മൂഡിലേക്ക് അവരെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ അവരോട് കഥകൾ പറഞ്ഞും ചില കളികളിൽ അവരെ ഉൾപ്പെടുത്തിയൊക്കെ ഒരു ഫൺ ഗെയിംസൊക്കെ നമുക്ക് അവർക്ക് കൊടുക്കാം. അങ്ങനെ സ്ലോലി നമുക്ക് അവരെ ആ ഒരു മൂഡിൽ നിന്ന് മാറ്റി ഒരു പഠിക്കുന്ന മൂഡിലേക്ക് അവരെ കൊണ്ടുവരാം. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യണം. ഒരാഴ്ച ആ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു അഡ്വൈസ് എന്തായിരിക്കും സർ? പ്രധാനപ്പെട്ട അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ലക്ഷ്യബോധമുള്ളവരായിരിക്കണം. എന്താണ് വർഷം ഞാൻ ചെയ്യേണ്ടത്, എന്താണ് ഞാൻ പഠിക്കേണ്ടത് എന്നുള്ള ഒരു ലക്ഷ്യബോധം ഉണ്ടാവുക. കഴിഞ്ഞ വർഷം ഉണ്ടായ പരാജയങ്ങളെ മനസ്സിലാക്കി അത് ഈ വർഷം ഉണ്ടാവാതെ സൂക്ഷിക്കുക. അത് രണ്ടാമത്. പിന്നെ പുതിയ കൂട്ടുകാരുണ്ടാവും, പുതിയ അധ്യാപകരുണ്ടാവും, പുതിയൊരു എൻവയോൺമെൻ്റ് ആയിരിക്കാം. അപ്പോൾ അതിനെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നേരിടാനുള്ള ഒരു മനോഭാവം ഉണ്ടാവണം. ഇതിനെല്ലാം ഉപരി നല്ല മനുഷ്യരാവുക, പഠിച്ച് നല്ല ജോലി കിട്ടി നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. അത് തീർച്ചയായിട്ടും ആവശ്യമാണ്. പക്ഷേ അതിലെല്ലാം ഉപരി നല്ലൊരു മനുഷ്യനാകാൻ കൂടി കുട്ടികൾ തയ്യാറാവണം. വളരെ വളരെ ആവശ്യമാണ്. കുട്ടികൾ മറ്റ് ഫ്രണ്ട്സിനോട് സ്നേഹത്തോടെ ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുക, അധ്യാപകരെ ബഹുമാനിക്കുക, എല്ലാത്തിനെയും ബഹുമാനിക്കുക. അത് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ആൾക്കാരെ മാത്രം ബഹുമാനിച്ചാൽ പോരാ, നമ്മൾ പ്രകൃതിയെയും ബഹുമാനിക്കണം, പണത്തെയും ബഹുമാനിക്കണം. പണത്തെ സ്നേഹിക്കുകയല്ല, പണത്തെയും ബഹുമാനിക്കണം. കാരണം അനാവശ്യമായിട്ട് നമ്മൾ പണം വേസ്റ്റ് ചെയ്യാൻ പാടില്ല, ആവശ്യത്തിന് ചിലവാക്കുക. അപ്പോൾ എല്ലാത്തിനെയും ബഹുമാനിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു തുടക്കം കുറിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഈ വർഷം വളരെ ഹാപ്പിയായിട്ട് വിജയത്തിലേക്ക് എത്താൻ കഴിയും. വിജയം അത്ര എളുപ്പമുള്ള കാര്യമല്ല, അതിന് ഹാർഡ് വർക്ക് ചെയ്യണം. അതുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യുക, ചിട്ടയോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. എല്ലാവിധ ആശംസകളും ഞാൻ എല്ലാ വിദ്യാർത്ഥി സമൂഹത്തിന് നേരുന്നു. ഒപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, നമുക്ക് പേരൻസിനും ഒരു അഡ്വൈസ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. കാരണം 2 മാസത്തെ വെക്കേഷന് ശേഷം പിന്നെ പേരൻസ് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആവാണ്, പഠിക്കണം ആ ഒരു മൂഡിലേക്ക് പോവാണ്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസും കൂടി ഒന്ന് പറയാമോ സർ? ഇന്നത്തെ പേരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ എല്ലാ കാര്യങ്ങളിലും വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന പേരൻസാണ്, ഇടപെടുന്ന പേരൻസാണ്. അപ്പോൾ അവർക്കുണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുക, വേണ്ട വിധമായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുക. പ്രഷർ ഒരിക്കലും കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. ഇന്ന്
കുട്ടികൾക്ക് പ്രഷർ ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് വീട് തന്നെയാണ്. കാരണം നീ ഇതിന് ഇന്നതാകണം എന്ന് ദിവസവും പറഞ്ഞു കൊടുക്കുക. 1 മാർക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത വീട്ടിലെ കുട്ടിക്ക് 1 മാർക്ക് കൂടുതലാണെങ്കിൽ കുട്ടിയോട് ദേഷ്യപ്പെടുക, പണിഷ് ചെയ്യുക, അതിനെപ്പറ്റി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കുട്ടിയെ ആവശ്യമില്ലാതെ സമ്മർദ്ദത്തിൽ ആക്കും. കുട്ടികൾ എല്ലാവരും വിഭിന്നരാണ്, അവരെല്ലാവരും യൂണീക്കാണ്. ഒരു കുട്ടി കിട്ടിയ മാർക്കായിരിക്കില്ല മറ്റൊരു കുട്ടിക്ക് കിട്ടേണ്ടത്. അതിൽ തീർച്ചയായിട്ടും വ്യത്യസ്തത ഉണ്ടാകും. അത് മനസ്സിലാക്കി എൻ്റെ കുഞ്ഞ് വേറൊരു യുണീക്കായിട്ടുള്ള കുട്ടിയാണ്, ആ കുട്ടിക്ക് വേറെ പല ക്വാളിറ്റിയും ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എൻ്റെ കുട്ടി മറ്റൊരു ആകണം എന്ന് ആഗ്രഹിക്കാതിരിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കോമ്പസ് ഗ്ലോബൽ സ്കൂളിലെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള രഞ്ജിത്ത് സാറാണ്. സാർ ഒരുപാട് കാര്യങ്ങൾ സ്കൂൾ വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരുപാട് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുകയാണ്. ആൻഡ് സാർ ഇത്രയും നേരം നമ്മളോടുകൂടെ സമയം സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. നല്ലൊരു ഭാവിയാണോ നിങ്ങളുടെ ലക്ഷ്യം? ഏറ്റവും പുതിയ ജോലി സാധ്യതകളും ട്രെൻഡ് സെറ്ററുമായിട്ടുള്ള പുതുപുത്തൻ കോഴ്സിനെ പറ്റിയുള്ള വിവരങ്ങളും അറിയണോ? എഡ്യൂക്കേഷണൽ ടിപ്സ് ആൻഡ് ട്രിക്സും മോട്ടിവേഷൻസും ഏറ്റവും പുതിയ ജോബ്സ് ആൻഡ് കോഴ്സിന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കേൾക്കാം പടവുകളിലൂടെ. എല്ലാ ശനിയാഴ്ചയും രാവിലെ 10 മണി മുതൽ 12 മണി വരെ ഓൺ യുവർ ആശ്രയ FM 90. പടവുകൾ, a thought for the future.